ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. അതേസമയം പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസിൽ തീരുമാനമാകുന്നതുവരെ സഭയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. ഇന്നലെയാണ് സ്പീക്കർക്കെതിരെ 118 അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം ലോക്സഭാ സെക്രട്ടറി ജനറലിന് സമർപ്പിച്ചത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പശ്ചിമബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 28-ന് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ച കൂടി നീട്ടാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 14-ന് പുറത്തിറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അസമിലെ 126 നിയമസഭാ മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2026 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പുതിയ പട്ടിക പ്രകാരം ആകെ വോട്ടർമാരുടെ എണ്ണം 2,49,58,139 കരട് പട്ടികയിൽ നിന്ന് 2,43,485 വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു. പുതിയ പട്ടികയിൽ പരാതിയുള്ളവർ 15 ദിവസത്തിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിനും 30 ദിവസത്തിനുള്ളിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കും അപ്പീൽ നൽകണം. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 62 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഹിയറിംഗ് നോട്ടീസ് കൈപ്പറ്റിയ മുഴുവൻ പേരുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളും 6 പാലങ്ങളും മുഖ്യമന്ത്രി ഇതോടൊപ്പം നാടിന് സമർപ്പിക്കും. നെയ്യാർ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് തൊടുമല ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി ഉന്നതികളിലെ 1000-ഓളം ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പാലം യാഥാർത്ഥ്യമായതോടെ പരിഹാരമാകും. കിഫ്ബിയിലൂടെ 24.71 കോടി രൂപ ചെലവഴിച്ചാണ് പാലം പൂർത്തിയാക്കിയത്. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ 7ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വനിതാ കർഷകരുടെ വിജയഗാഥകൾ ഉൾക്കൊള്ളിച്ചു തയ്യാറാക്കിയ പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, സംസ്കരണം, വിപണനം എന്നിവയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക, സംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് മേളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ആലപ്പുഴയിൽ മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഫേസ് 4-5 പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ 10 റോഡുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ചതാണ് പുതിയ പാർക്കിംഗ് കേന്ദ്രം. വില കുറവുള്ളതും മികച്ച ഗുണനിലവാരമുള്ളതുമായ ക്രൂഡ് ഓയിൽ ലഭ്യമായ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നേതാവ് ശശി തരൂർ നേതൃത്വം നൽകുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ വിദേശകാര്യ വാണിജ്യ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചു. ഇന്ത്യ-US വ്യാപാര കരാർ, ഇന്ത്യ-യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ, റഷ്യൻ എണ്ണ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ശശി തരൂർ പറഞ്ഞു. കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനായി ആവശ്യമായ പിന്തുണ നൽകുന്നതിന് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം ആരംഭിക്കുന്നു. വി ഹെൽപ്പ് എന്ന പേരിൽ ഈ മാസം 16 മുതൽ സഹായ കേന്ദ്രം പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഫോണിൽ കൗൺസിലിംഗ് സഹായം ലഭ്യമാകും. വിളിക്കേണ്ട നമ്പർ 1804252844. നവീകരിച്ച മുണ്ടൂർ തൂത 4-വരി സംസ്ഥാന പാത ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.